ദേ ഈ പോകുന്നത് അങ്ങ് കണ്ണൂരിലെ എൻ്റെ സ്വന്തം വീട് പോലും കരുതുന്ന എൻ്റെ കുഞ്ഞുകുളത്തിൻ്റെ വീട്ടിലേക്കാണ്. ഇതാണ് എൻ്റെ കുഞ്ഞുകുളം. അവിടെ പോയപ്പം എല്ലാവരും പഴനിയിലേക്ക് പോകാൻ തിരക്കിലാണ്. ഞാനിവിടെ പോകുന്നില്ല കേട്ടോ, ബാക്കി എല്ലാവരും പഴനിയിലേക്ക് പോകുന്നുണ്ട്. പിന്നെ അവരെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് കുന്നാമ്പലത്തിലേക്ക് പോയി. കണ്ണൂരിലെ കുന്നാമ്പലത്തിൽ നിന്നാണ് എല്ലാവരും പഴനിയിലേക്ക് പോകുന്നത്. അവിടെ പോയി എല്ലാവരും യാത്രയാക്കിയതിന് ശേഷം തിരിച്ച് വീട്ടിൽ വന്ന് പിറ്റേ ദിവസം രാവിലെ എഴുന്നേച്ച് പുറത്ത് പോയി കുറച്ച് സമയം വെറുതെ ഇരുന്നു. ആ ഇരുത്തത്തിന് ശേഷം നേരെ ഉള്ളിലേക്ക് കയറി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം. അതിന് വേണ്ടി മാവ് ഉണ്ടാക്കി, ദോശമാവ്. നോക്കാല്ലേ എന്താവുന്ന ഒന്നും ആവാനില്ല, നല്ല വമ്പൻ ഫ്ലോപ്പ് ആയിരുന്നു. അത് എനിക്കിപ്പോൾ എന്നെ കാണാൻ പറ്റും. പക്ഷേ ഓരോരോ തകർച്ചയിൽ നിന്നാണല്ലോ എല്ലാവരും വിജയത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. ബാക്കി ചുട്ട ദോശയെല്ലാം നല്ല ദോശയായിരുന്നു കേട്ടോ. കൂടാതെ ഒരു മുട്ട പുളിച്ചയും ഉണ്ടാക്കി, പിന്നെ കാപ്പി ഉണ്ടാക്കി. ഇതേ നോക്കി എൻ്റെ ദോശ ഇപ്പം നിങ്ങൾ കാണിച്ചാൽ രസമില്ല അല്ലേ. പിന്നെ അതിന് ശേഷം നമ്മൾ ആദ്യം പുറത്ത് പോയി അവിടെ ഇരുന്നു. ഇതാണ് നമ്മളെ കൂപ്പി കളിച്ചുകൊണ്ട് നമ്മൾ ഇതിലേ നടന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ നേരെ കുന്നാമ്പലത്തിലേക്ക് പോയി. ഇന്നലെ പഴനിയിലേക്ക് പോയ ആ അമ്പലത്തിലേക്കാണ് നമ്മൾ പോയത്. അവിടെ നല്ല അന്തരീക്ഷമാണ്, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അമ്പലത്തിലേക്ക് പോയത്. നല്ല സമാധാന അന്തരീക്ഷമാണ് അവിടെ. കുറച്ച് അമ്പലത്തിൽ ഇരുന്നതിന് ശേഷം കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് നമ്മൾ കുറച്ച് അതിലേ നടന്നു. പിന്നെ അമ്പലത്തിൽ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ചെറിയലേക്ക് പോയി. ചെറിയലേക്ക് പോകുമ്പോൾ നടത്താണ് ഇത്. നല്ല വൈകുന്നേരത്തെ എക്സസൈസും കൂടിയായി നമുക്ക്. അതിന് മുമ്പ് ചെറിയിലെത്തുന്നതിന് മുമ്പേ ക്യാൻറ്റീൻ ഉണ്ട്, രാജാസ് ക്യാൻറ്റീൻ. അവിടുന്ന് നല്ല ചൂട് കാപ്പി കുടിച്ചു. പിന്നെ നമ്മളെന്നിട്ട് നേരെ ചെറിയിലേക്ക് നടന്നു. അപ്പോഴത്തേക്ക് രാത്രിയായി. ചെറിയിലെത്തിയിട്ട് അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. ഇതേ തന്നെയായിരുന്നു പരിപാടി, ഇങ്ങനെ ഇരുട്ടം. കുറച്ച് സമയം ചന്ദ്രനെ നോക്കിയിരുന്ന് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം ഫുഡ് കഴിച്ചു. ഫുഡിൻ്റെ വീഡിയോസ് എടുക്കാൻ വേണ്ടി മറന്നുപോയി. പിന്നെ കുറച്ച് സമയം ഇരുന്ന് TV കണ്ടു. TV-യിൽ പ്രേമാലും ഉണ്ടായിന്. അതിരുന്ന് കണ്ട് പുറത്തേക്ക് നോക്കുമ്പോൾ ഇതാ ഒരാൾ കസാരയുടെ മുകളിൽ കയറി ഇരുന്നിട്ട് അതിനെ നോക്കി കുറച്ച് സമയം അങ്ങനെ ആടിയിരുന്നു. നമുക്ക് കാവലായിട്ട് ഇവനുണ്ടല്ലോ, പിന്നെ നമ്മൾ ആരെ പേടിക്കേണ്ടതല്ലേ. അപ്പോൾ ഇവനെ നോക്കിയിരുന്ന് കുറച്ച് സമയം ഇവനെക്കുറിച്ച് ചില സംസാരിച്ചിട്ട് നേരെ ഉറങ്ങാൻ പോയി. പിന്നെ Day 2 രണ്ടാമത്തെ ദിവസം രാവിലെ തന്നെ ഈ പോക്ക് പോകുന്നത് രാജാസ് ക്യാൻറ്റീനിലേക്കാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അവിടെ നല്ല ചൂട് അപ്പവും മുട്ട കറിയും അതേപോലെ തന്നെ ഉഴുന്നുവടയും കാപ്പിയും ഓർഡർ ചെയ്തു. അത് കഴിച്ചിട്ട് നേരെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. ഓളെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്. ഇപ്പോൾ അതെൻ്റെ ഫ്രണ്ട് കൂടിയാണ്. അങ്ങനെ പോയി നമ്മൾ തിരിച്ച് വന്ന് കുറച്ച് സമയം വെറുതെ കടന്ന് ഉച്ചയ്ക്ക് നല്ല സദ്യ എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഒരു മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിനി. ഓംപ്ലേറ്റും കഴിച്ച് ഞാൻ തിരിച്ച് പോന്നു. 2-3 ദിവസം പോയത് അറിഞ്ഞിട്ടില്ല. നിങ്ങൾക്കും ഉണ്ടാവില്ലേ ഇതുപോലത്തെ കൂട്ടുകാരും ഇതുപോലത്തെ വീടും അല്ലല്ലേ?